ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു വിജു വാല 2.0. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മൾ മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഫോം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് 8 മാർക്ക് എങ്ങനെയാണ്, 5 മാർക്ക് എങ്ങനെയാണ്, അതേ മോഡൽ തന്നെയാണ് നമുക്ക് ഫൈനൽ എക്സാമിന് വരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അക്കൗണ്ടൻസിയിൽ ഫൈനൽ എക്സാമിന് നമുക്കിനി എങ്ങനെ അക്കൗണ്ടൻസി പ്രിപ്പയർ ചെയ്യാം. നമ്മളിപ്പോൾ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ദെൻ മോഡൽ എക്സാം അതെല്ലാം നമ്മൾ ചെയ്തിട്ടും നമുക്ക് എത്രത്തോളം നമ്മൾ വിചാരിച്ച പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു കാരണം വരുന്നത്? നമ്മൾ ഏത് രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് അക്കൗണ്ടൻസിൽ നമ്മൾ വിചാരിച്ച മാർക്ക് കിട്ടുക, A+ എങ്ങനെ വാങ്ങാം, അത് എങ്ങനെയാണ് എന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണിത്. നമുക്ക് ഇതിൽ AFSകാരും ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുകാരും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും പ്രത്യേകം പഠിക്കേണ്ട പോർഷൻസ് നമ്മൾ സെപ്പറേറ്റ് പറയുന്നുണ്ട് ഇതിൽ തന്നെ. സോ എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കാം വിത്തൗട്ട് ഫീലിംഗ് ഇൻ ഇറ്റ്. നമ്മൾ ഒരു ദിവസം പോലും ഒഴിവാക്കരുത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെ ഏത് ചാപ്റ്റർ ആദ്യം, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ +2 അക്കൗണ്ടൻസിയിൽ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് നമുക്കുള്ളത്, AFS ആൻഡ് C. AFS കുട്ടികൾക്ക് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും 10 ചാപ്റ്റേഴ്സാണ് അവർക്ക് പഠിക്കാനുള്ളത്. 6 ചാപ്റ്റർ ഫ്രം AFSൽ നിന്ന് അവർക്കൊരു 6 ചാപ്റ്റർ ഉണ്ട്. ദെൻ പാർട്ട് Aയിൽ നിന്ന് നമുക്ക് ഒരു 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ CE സ്റ്റുഡൻസിന് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വരിക. ഇതേപോലെ 10 ചാപ്റ്റർ തന്നെയാണ്, 6 ചാപ്റ്റർ അവർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് തന്നെയാണ് നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ 60 മാർക്കും അതുപോലെ തന്നെ 80 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ 2 പേർക്കും ഒപ്പമുള്ളതെന്ന് പറയുന്നത് പാർട്ട് A ആണ്. പാർട്ട് Aയിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഈ പാർട്ട് A എന്ന് പറഞ്ഞ വിഭാഗം നിങ്ങൾ AFSകാരും CAക്കാരും ഡെഫിനറ്റ്ലി മെയിനായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഇതിനെ എക്സ്പെക്ട് ചെയ്യാവുന്നത്. 4 ചാപ്റ്റേഴ്സിൽ നിന്നും 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓരോ പാഠത്തിൽ നിന്നും പഠിക്കേണ്ടതായ ഇമ്പോർട്ടൻസും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ്ഡ് ഓൺ മാർക്ക് ഓറിയൻറ്റേഷൻ, അതായത് മാർക്ക് അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് അടിസ്ഥാനത്തിലാണ് ഇനി പഠിക്കാം. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 8 മാർക്കിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് ആദ്യം 8 മാർക്കിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 8 മാർക്കിൻ്റെ പ്രോബ്ലം നമുക്ക് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 എണ്ണമാണ്, 2 പ്രോബ്ലം ആണ് നമുക്ക് 8 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് അഡ്മിഷൻ്റെ ചാപ്റ്ററിൽ നിന്നും, രണ്ടാമത്തത് ഡിസൊല്യൂഷൻ്റെ ചാപ്റ്ററിൽ നിന്നും. അതായത് 3-ാം പാഠവും 5-ാം പാഠവും ചാപ്റ്റർ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പിംഗ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അഡ്മിഷൻ്റെ പാഠം 2nd ചാപ്റ്ററും ഇത് 4th ചാപ്റ്ററാണ്. അപ്പോൾ ഈ 2 പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. ഏത് 2 പ്രോബ്ലം ആണ് മിസ് പറഞ്ഞത്? അഡ്മിഷൻ ചാപ്റ്ററിലെ 8 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ, അതേപോലെ ഡിസൊല്യൂഷനിലെ essay ക്വസ്റ്റ്യൻ. ഇങ്ങനെ അറിഞ്ഞില്ല എങ്കിൽ അഡ്മിഷൻ ചാപ്റ്ററിൽ റീവാലുവേഷൻ ആണ് പറയുന്നത് കേട്ടോ, റീവാലുവേഷൻ അക്കൗണ്ട്. ദെൻ ഡിസൊല്യൂഷൻ്റെ ചാപ്റ്ററിൽ നമുക്ക് റിയലൈസേഷൻ. ഇപ്പോൾ റീവാലുവേഷൻ്റെ സമയത്ത് റീവാലുവേഷൻ അക്കൗണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു ന്യൂ ബാലൻസ് ഷീറ്റ്, അത് നിങ്ങൾക്ക് തയ്യാറാക്കാൻ അറിയാൻ നോക്കാം. അതല്ല എങ്കിൽ ഡിസൊല്യൂഷനിലെ റിയലൈസേഷൻ അക്കൗണ്ട്, ഒരു ക്യാഷ് അക്കൗണ്ട്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇത് നിങ്ങൾക്ക് തയ്യാറാക്കാൻ അറിയണ്ടോ നോക്കാം. ഉണ്ട് എങ്കിൽ ഇനിയിപ്പോൾ 8 മാർക്കിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കോളം അതിൽ നിന്ന് കിട്ടുന്ന ഉറപ്പുണ്ട് എങ്കിൽ ഇത് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലും മതിയാവും കേട്ടോ. ദെൻ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മോഡൽ എക്സാം പേപ്പറിൽ നമുക്ക് പ്രോബ്ലം ഉണ്ട്, തിയറി ഉണ്ട്. പ്രോബ്ലം നമുക്ക് ആദ്യം നോക്കാം. 5 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 4 പ്രോബ്ലം നമുക്ക് എങ്ങനെയും നോക്കാം. 4 പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് വരിക. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അത് പ്രോബ്ലം ആണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്മളോട് ഇത് പ്രിപ്പയർ ചെയ്യാനേ പറയുള്ളൂ. രണ്ടാമത്തത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷനാണ്. മൂന്നാമത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് റിട്ടയറിംഗ് പാർട്ട്ണറുടെ എമൗണ്ട് എത്രയാണ്, റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, അത് വരച്ചാൽ മതിയാവും. അപ്പോൾ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്, അതാണ് നമുക്ക് മൂന്നാമത് 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ദെൻ നാലാമതായിട്ട് നമുക്ക് ലോൺ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലോൺ അക്കൗണ്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം.
ദെൻ അഞ്ചാമതായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആ ഒരു സെക്ഷനിൽ നിന്ന് ഗുഡ്വില്ലിന്റെ പ്രോബ്ലം ആണ്. ഗുഡ്വിൽ കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെയും ഒരു സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണ് എങ്കിൽ മാത്രമേ 5 മാർക്കിലേക്ക് പോവുള്ളൂ. ഇത് നമുക്ക് 100% ഉറപ്പൊന്നുമില്ല 5 മാർക്കിൽ, അത് 3 മാർക്കിലും 4 മാർക്കിലും പോവാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ എല്ലാ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു പിയാനൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട്, ഒരു റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള ക്യാഷ്, ലോൺ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ, ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ, ഇതൊക്കെ നമുക്ക് 5 മാർക്കിലെ പ്രോബ്ലം ആണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് 3 മാർക്കിന്റെ സെക്ഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള 3 മാർക്കിന്റെ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഒരു 4-3 അതിലധികമോ പ്രോബ്ലംസ് ഉണ്ടാവും. അത് ജേർണൽ എൻട്രീസ് ആണ്. ഒന്നാമതായിട്ട് നമുക്ക് ജേർണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 2 ടൈപ്പ് ഓഫ് ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുക. ഒന്ന് ഗുഡ്വില്ലിന്റെ ജേർണൽ എൻട്രീസും അതുപോലെ തന്നെ നമുക്ക് റിസർവിന്റെ ജേർണൽ എൻട്രീസും. റിസർവ് പാർട്ട്നേഴ്സിന് വിരിച്ചു കൊടുക്കുക ഏത് റേഷ്യോയില്, അതൊക്കെയാണ്. രണ്ടാമത്തത് റേഷ്യോയുടെ കാൽക്കുലേഷൻ നമുക്ക് ചോദിക്കാം. മൂന്നാമത്തത് ഗുഡ്വിൽ കാൽക്കുലേഷൻ ഓൺ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് ആയിരുന്നു, ഇവിടെ നമുക്ക് ചോദിക്കാവുന്നത് ഏവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വഴിയുള്ള ഒരു ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ. നാലാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് ഏവറേജ് പീരീഡ് ബേസിൽ, അതായത് ഏവറേജ് പീരീഡ് ബേസിൽ നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാം, അതൊക്കെയാണ് നമുക്ക് 3 മാർക്കിന് പ്രോബ്ലം വൈസ് ചോദിക്കാം. അപ്പൊ ഇവിടെ മിസ് നോക്കുമ്പോൾ ഒരു 10-12 പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെന്ന് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. 2 essay ക്വസ്റ്റ്യൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, essay ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. പിന്നെ പിയാനൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ, ഇതെല്ലാം പഠിക്കണം. കാരണം ഇതിൽ ഏതാ വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. പിയാനൽ അപ്രോപ്രിയേഷൻ മോഡലിന് വന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആകുമ്പോൾ ഇതിന് വരാം. റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള ക്യാപിറ്റൽ കണ്ടുപിടിച്ച് അയാൾക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട് എന്നുള്ളത്. പിന്നെ ലോൺ അക്കൗണ്ട് പ്രിപ്പറേഷൻ, ഗുഡ്വിൽ ഓൺ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇത് 5 മാർക്കിലേക്ക് പോകാൻ ചാൻസ് നമ്മുടെ AFS കുട്ടികളോടാണ്. 3 മാർക്കിൽ നമുക്ക് ചോദിക്കാവുന്ന പ്രോബ്ലം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷൻ, റേഷ്യോ, ഗുഡ്വില്ലിന്റെ ജേർണൽ എൻട്രി. ഇത്രയും നിങ്ങൾക്ക് അറിയുമോ നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നു എങ്കിൽ നിങ്ങളൊരു 60% അക്കൗണ്ടൻസി ഒക്കെ ആയെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇത്രയും നോക്കാം ആദ്യം. പിന്നീട് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് 8 മാർക്കിന്റെ തിയറി ക്വസ്റ്റ്യൻ ഒരിക്കലും വരാറില്ല. ഓക്കെ, 8 മാർക്കിന്റെ തിയറി പ്രോബ്ലം നമുക്ക് ഒരിക്കലും വരാറില്ല. 5 മാർക്കിന്റെ തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളത് ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമും അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പും. ഫേമും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ബാക്കിയൊക്കെ പ്രോബ്ലം ആണ് ചോദിക്കാറ്. ദെൻ 3 മാർക്കിന്റെ അത് അല്ലെങ്കിൽ നമുക്ക് 4-3 മാർക്കിന്റെ തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ ഒരുപാടുണ്ട്. ഒന്നാമത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ സാക്രിഫൈസിങ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. നമുക്ക് ചോദിക്കാറുണ്ട് സാക്രിഫൈസിങ്ങും അതുപോലെ തന്നെ ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, രണ്ടാമത് നമുക്ക് ചോദിക്കുക ഇതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ റീവാലുവേഷൻ അക്കൗണ്ടും അതുപോലെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ടും നമുക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ 2 മാർക്കിന്റെ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ ജേർണൽസ് കേട്ടോ, ജേർണൽസ് മിസ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മാർക്കിന് നമുക്ക് ചോദിക്കാറുള്ളത് എന്താണ് ഗെയിനിങ് റേഷ്യോ, എന്താണ് അതുപോലെ തന്നെ സാക്രിഫൈസിങ് റേഷ്യോ, അത് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണ്, അതേപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആൻഡ് കണ്ടന്റ്, നമ്മൾ പാർട്ട്ണർഷിപ്പിന്റെ ഡീഡ് എന്താണ്, അതിന്റെ കണ്ടന്റ് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് അതിന്റെ കണ്ടന്റ് നമുക്ക് ചോദിക്കാറുണ്ട്. ദെൻ മോഡ്സ് ഓഫ് റീകൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേം റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ റൈറ്റ്സ് ഓഫ് ന്യൂ പാർട്ട്ണർ, പുതിയ പാർട്ട്ണറുടെ എന്തൊക്കെ റൈറ്റുകളുണ്ട്. പിന്നെ എമൗണ്ട് ഡ്യൂ ടു, എന്തൊക്കെ എമൗണ്ടുകൾ നമ്മൾ റിട്ടയർ ചെയ്ത പാർട്ട്ണർക്ക് കൊടുക്കണം. എമൗണ്ട് ഡ്യൂ ടു റിട്ടയർ ചെയ്ത പാർട്ട്ണർക്കോ അല്ലെങ്കിൽ ഡെത്ത് പാർട്ട്ണർക്കോ നമുക്ക് ഏതൊക്കെ കാശ് കൊടുക്കാം. ഇതൊക്കെയാണ് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് പോകാറുള്ളത്. അപ്പൊ തിയറി ക്വസ്റ്റ്യൻസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ നമുക്കൊരു 50 മാർക്സോളം നമുക്ക് ചിലപ്പോൾ തിയറി ആയിരിക്കും വരിക.
അപ്പം നമ്മൾ ആ ഒരു റേഷ്യോ വെച്ച് നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. തിയറിയും പ്രോബ്ലം ഒരുമിച്ച് തന്ന് നമ്മളോട് ഓർ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറയുമ്പോൾ നമുക്കത് കിട്ടണം. ഓക്കെ. പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പം അതും നമ്മൾ ഓക്കെ, ഇപ്പം തിയറി ക്വസ്റ്റ്യൻ ഓക്കെ ആണ്, അതുപോലെ തന്നെ ബസ് പറഞ്ഞ പ്രോബ്ലം ക്വസ്റ്റ്യൻസും ഓക്കെ ആണ് എങ്കിൽ നമുക്ക് പിന്നീട് ചാപ്റ്റർ വൈസ് പോകാം. ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് എക്സാമിനുള്ളത്. ഈ 4 ചാപ്റ്റേഴ്സിൽ ഏത് പാടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ, ഏത് പാടാണെന്ന് ചോദിച്ചാൽ 4ഉം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 4ഉം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ 100% കാരണമുണ്ട്. കാരണം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പിംഗ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ബേസിക് കൺസെപ്റ്റ് ആണ്. ആ ബേസിക് കൺസെപ്റ്റിൽ നിന്ന് 13 മാർക്കിൻ്റെ വെയിറ്റേജ് കാണാനുണ്ട്, ഇൻക്ലൂഡിങ് പ്രോബ്ലംസ് ആൻഡ് തിയറി രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് 13 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. രണ്ടാമത്തത് നമുക്ക് അഡ്മിഷൻ ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് 10-16 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് പ്രോബ്ലം തിയറിയും കൂടിയിട്ട്. മൂന്നാമത്തത് റിട്ടയർമെൻ്റ് ആണ്. റിട്ടയർമെൻറ്റിൽ നമുക്ക് 11 മാർക്കിൻ്റെ വെയിറ്റേജുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. നാലാമത്തത് ഡിസൊല്യൂഷൻ ആണ്. ഇവിടെയും നമുക്ക് 12 മാർക്കിൻ്റെ വെയിറ്റേജസോളം നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ്, എല്ലാ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസും നിങ്ങൾ ഓക്കെ ആക്കണം. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് പാർട്ട് എയിൽ 40 മാർക്കിൽ എങ്ങനെയും നിങ്ങൾക്ക് 30 മാർക്ക് 32 മാർക്ക് കിട്ടും. അതിൽ 8 മാർക്ക് നിങ്ങൾ ഇത് തന്നെയാണ് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റിനായിട്ട് ചോദിക്കുക. നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് പഠിക്കുക, തിയറീസ് പഠിക്കുക, ഇതൊപ്പം പഠിച്ചു പോയാൽ നമുക്ക് എന്തും കിട്ടും, നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ AFSകാരും CA-കാരും ഒരുമിച്ച് പഠിക്കേണ്ട ഒരു ഓർഡറാണ് മിസ് പറഞ്ഞത്. ഈ ഓർഡർ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഇന്ന് തന്നെ നോക്കിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ഇരുന്ന് പഠിക്കുക. 8 മാർക്കിൽ 2 പ്രോബ്ലം എടുക്കുക, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക എനിക്ക് എത്രത്തോളം ശരിയായി, അപ്പോൾ എത്ര മാർക്ക് കിട്ടും. 5 മാർക്കിൻ്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ കിട്ടുമോ? കിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ എൻ്റെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിലും നോക്കാം, നിങ്ങൾക്കത് ചെയ്ത് പഠിക്കാം. ഇനി 3 മാർക്കിൻ്റെ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവാം. തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പറഞ്ഞ തിയറി ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് കിട്ടുമോ നമ്മൾ അന്വേഷിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ വൈസ് എല്ലാ ചാപ്റ്ററും ഒരേപോലെ പാർട്ട് എയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാർട്ട് എയിലത്തെ 4 ചാപ്റ്ററും എനിക്ക് ഓക്കെ ആണോ നമ്മൾ നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അക്കൗണ്ടൻസിൽ ഒരു 50% നിങ്ങൾ ഓക്കെ എന്ന് പറയുള്ളൂ. ബാക്കി 50% നിങ്ങൾക്ക് എവിടെ നിന്ന് വേണം? CA-യിൽ നിന്നും AFSൽ നിന്നും വേണം. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ വേറെ ചെയ്യുന്നതാണ്. ഈ ഓർഡറിൽ നിങ്ങൾ ഇതേ പ്രോബ്ലംസ് ഒക്കെ പഠിക്കുക. ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾ തന്നെ വിലയിരുത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഓരോന്നും പിടിച്ചിരുന്ന് സമയം കളയാനുള്ള ടൈമില്ല. കാരണം സമയം തീരെ വേസ്റ്റ് ചെയ്യരുത്. ഈ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച മാർക്ക് നമുക്ക് അക്കൗണ്ടൻസിയിൽ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിക്കുക. ഈ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേഗം പോയിട്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നാലെ നമ്മൾ ഓരോ പ്രോബ്ലത്തിൻ്റെ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.